രാജാവ് ആ സമ്മാനപ്പൊതി ആശ്ചര്യത്തോടെ തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലൊരു നാക്ക്. രാജാവിനത് കണ്ടപ്പോൾ അതിയായ കോപമുണ്ടായി. നീ എന്നെ കളിയാക്കുന്നു, ആരവരെ ഇവന്റെ തലവെട്ടു എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കടുവ പറഞ്ഞു, പ്രഭോ, ഈ ലോകത്തിലുള്ള ഏറ്റവും വിലയേറിയ വസ്തു നമ്മുടെ നാക്കു തന്നെയാണ്. നമ്മളെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കാനും മറ്റുള്ളവരെ പ്രശംസിക്കാനുമെല്ലാം നമ്മൾ ഈ നാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു നമ്മുടെ നാക്കു തന്നെയല്ലേ? കടുവയുടെ വാക്ക് കേട്ടപ്പോൾ രാജാവിനത് ശരിയാണെന്ന് തോന്നി. ഉടനടി രാജാവ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട വസ്തു എനിക്കിപ്പോൾ എന്റെ കയ്യിൽ കിട്ടണമെന്ന്. ഉത്തരവ് പ്രഭോ എന്ന് പറഞ്ഞ് കടുവ കൊട്ടാരത്തിൽ നിന്നിറങ്ങി നേരെ മഹർഷിയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് മഹർഷിയോട്, രാജാവ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട വസ്തു തനിക്ക് വേണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. മഹർഷി അപ്പോൾ മുന്നേ കൊടുത്തതുപോലത്തെ ഒരു സ്വർണ്ണ ബോക്സ് കടുവയുടെ കയ്യിൽ കൊടുത്തിട്ട് അതിന്റെ ദോഷഫലങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. കടുവ ആ ബോക്സുമായി നേരെ കൊട്ടാരത്തിൽ വന്ന് രാജാവിന്റെ കയ്യിലേൽപ്പിച്ചു. എന്താണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട വസ്തു എന്നറിയാൻ രാജാവ് ആ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിലും ഒരു നാക്ക്. രാജാവ് വളരെ കോപിതനായി, ആരവരെ ഇവനെ പിടിച്ച് തുറങ്കിലടയ്ക്കൂ. അത് കേട്ട ഭടന്മാരെല്ലാവരും കൂടെ മന്ത്രിയായ കടുവയെ പിടിച്ച് തുറങ്കിലടച്ചു. അപ്പോഴാണ് മന്ത്രി പറയുന്നത്, പ്രഭു, ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട വസ്തുവും നമ്മുടെ നാക്കു തന്നെയാണ്. മറ്റുള്ളവരെ താഴ്ത്താനും മോശമായ കാര്യങ്ങൾ പറയാനും നമ്മൾ ഈ നാക്കു തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് കേട്ടപ്പോൾ രാജാവിനത് ശരിയാണെന്ന് തോന്നി. രാജാവിന് അതിയായ സന്തോഷം തോന്നി. രാജാവ് പറഞ്ഞു, ശരിയാണ്, ഈ ലോകത്തിലെ ഏറ്റവും നല്ല വസ്തുവും ഏറ്റവും വൃത്തികെട്ട വസ്തുവും നമ്മുടെ നാക്കു തന്നെയാണ്. സിംഹരാജാവ് മന്ത്രിയായ കടുവയെ തന്റെ അടുക്കൽ വിളിപ്പിച്ച് ഒട്ടനേകം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകി.